ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ തീ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യാറ്. അതിന് നമ്മൾ ഇന്ന് അതൊന്നും ഇല്ലാണ്ട് വേറെ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചുകൊണ്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാഗിയും അതുപോലെ തന്നെ ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തീയോ ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, വേറൊരു പ്ലാസ്റ്റിക് കവറിൽ മാത്രമാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്നവർക്കും ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് കാട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ ആയിട്ട് കൂടുതൽ യൂസ്ഫുൾ ആവുന്നൊരു സാധനമാണിത്. അപ്പോൾ നമ്മുടെ സാധനത്തിൻ്റെ പേര് ഇൻസ്റ്റാഹോട്ട് എന്നാണ്. നമ്മളിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചാണ് നമ്മളിന്ന് തീയോ ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ലാണ്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഹോട്ട് എന്നാണ്. ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. 200 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം കിട്ടണം എന്ന് പറയുന്നത് 3 പ്ലാസ്റ്റിക് കവർ കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിക്കാൻ പാകത്തിനൊരു 5-6 സ്പൂൺ തരുന്നുണ്ട് മരത്തിൻ്റെ. പിന്നെ നമുക്കൊരു 3-4 പ്ലേറ്റ് തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ ഒരു കുക്ക് ചെയ്യാൻ പാകത്തിന് പ്ലാസ്റ്റിക് കവറും പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ തീയോ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാണ്ട് കുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു മാഗിയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ആദ്യം ഈ ഒരു കവർ എടുക്കണം. ഇതിൻ്റെ അകത്ത് അവർ എഴുതിയിട്ടുണ്ട്, അതായത് ടെസ്റ്റഡ് ഫോർ സേഫ് ഫുഡ് കണ്ടന്റ്, ടെസ്റ്റഡ് ആസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, നോ മൈഗ്രേഷൻ, സേഫ് ഫുഡ് എന്ന്. അപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് കവറിലൊന്നും ഇട്ടിട്ട് നമ്മൾ ഫുഡ് ചൂടുള്ള സാധനമൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്തോ പ്ലാസ്റ്റിക് മെൽറ്റായി അതിനകത്ത് എന്തോ കുഴപ്പമൊന്നും സാധാരണ കഴിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ഇതിൽ കഴിക്കാൻ കുഴപ്പമില്ല എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സാധനം എടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാഗി പൊട്ടിച്ചിടാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാഗിന്ന് നമുക്ക് ആ ഒരു മസാല മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് പൊടിക്കുക. ഇത് മാഗി പൊടിച്ചിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് നമ്മളിത് ഈ ഒരു കവറിൽ ആദ്യം കിട്ടുന്ന ആ ഒരു കവറിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു മാഗി മൊത്തം ഇടാം. അതോടൊപ്പം മാഗി മൊത്തം അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ മസാല ഉണ്ടല്ലോ, നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തിട്ട് അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം മസാലയും കാര്യങ്ങളും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ അകത്തായിട്ട് വെള്ളം ഒഴിക്കണം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തായിട്ട്. വിചാരിക്കൂലേ? ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ ടൈറ്റായിട്ട് അടച്ചു വെക്കണം കേട്ടോ. ടൈറ്റായിട്ട് എയറൊന്നും അകത്തോട്ടും പുറത്തോട്ടും പോകാത്ത രീതിയിൽ മൊത്തത്തിൽ നിന്ന് അടച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പം നമുക്ക് വേറൊരു ഇതുപോലത്തെ ഒരു കവർ കൂടെ കിട്ടും. ഈ ഒരു കവർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിക്കണം. ഇവിടെ നമുക്ക് മുറിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ഈ കവർ നമ്മൾ മുറിക്കണം. ഈ കവർ മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് ഈ കവർ നമ്മൾ ഇറക്കി വെക്കണം നൈസായിട്ട്. കീറി പോകുന്നുണ്ട് പണിക്കുന്ന. ഓക്കെ, നമ്മൾ ആ ഒരു കവർ അതിൻ്റെ അടുത്തേക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ഭാഗം വരെ വെള്ളം ഒഴിക്കണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പറേ. അത്രയും ഭാഗം നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കണം. നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിക്കാൻ എന്തായാലും. ഇനി ഓക്കെ, അപ്പോൾ നമ്മളിത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നല്ല രീതിയിൽ മടക്കി കൊടുക്കണം. ഇങ്ങനെ ഇവിടെ കീറിട്ടുണ്ട് ചെറുതായിട്ട്, അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ നല്ല രീതിയിൽ മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇതുപോലൊരു ഇത് കിട്ടും, ഒട്ടിക്കാനുള്ള സെല്ലോ ടേപ്പ് പോലത്തെ സാധനം കിട്ടും. അത് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ടൈറ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇപ്പം തന്നെ ആ സാധനം വീർത്ത് ചൂടേ വരുന്നുണ്ട്. നല്ല രീതിയിൽ ചൂടേ വരുന്നുണ്ട് ആ സാധനം. അപ്പോൾ നമ്മുടെ എയർ പുറത്തേട്ട് പോയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അടച്ചു വെക്കണം. നല്ല ചൂട്, എയർ മൊത്തം പുറത്തിട്ട് വരുന്നു. നല്ല ചൂടുണ്ടാ സാധനം, നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് തൊടാൻ പറ്റുള്ള അതിൻ്റെ അകത്തോട്ട് എന്തായാലും മൊത്തം എയർ കയറി. നമുക്ക് തൊടാൻ പറ്റുള്ള അതിൻ്റെ അകത്ത് നമ്മുടെ സാധനം മൂഞ്ചൂന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒന്നുകൂടെ അടക്കി വയ്ക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും. ഇത് അടച്ചു വയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ആ സാധനം ലീക്കാവേണ്ട, അതാണ് വിഷയം.
അതിൻ്റെ അകത്ത് തിളയ്ക്കുന്നുണ്ട്, ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് നോക്കാം അത് ശരിയാവോ ഇല്ലയോ എന്ന്. എന്തായാലും അത് പുറത്തേക്ക് എടുത്ത് അടുത്ത കവറിലിട്ടാലോ? ആ കവർ പൊട്ടിക്കൊണ്ടായിരിക്കണം. ആ കവർ പൊട്ടി. ഗായ്സ് നമ്മൾ ആദ്യത്തെ കവർ എടുത്ത് കളയാണ്. സംഭവം വെള്ളം ചൂടാവുന്നുണ്ട്, പക്ഷേ അത് കവർ ഇടുന്ന് പൊട്ടി പോകുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ചൂട് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കവറിലൊന്ന് ഇട്ട് നോക്കാം എന്തായാലും. ആദ്യത്തെ അറ്റംപ്റ്റ് നല്ല രീതിയിൽ മൂഞ്ചിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് നോക്കാം എന്തായാലും ഒന്നും കൂടെ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഒന്നും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നോക്കാം എന്തായാലും ഒന്നും കൂടെ. ഇനി അതിൽ സക്സസ് ആവും. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുന്ന നമുക്ക് വെള്ളം ഒഴിക്കാം. അതിൻ്റെ അകത്തേട്ട് വെള്ളം കുറേ ഒഴിക്കണ്ടാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു, നമുക്കിത് മൂടി വയ്ക്കാം എന്തായാലും. പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ സക്സസ് ആയാൽ മതിയായിരുന്നു. നമ്മൾ സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ അകത്ത് തിളച്ച് വന്നുണ്ട് സാധനം. ഒട്ടിത്തെറിക്കുന്നത് എൻ്റെ പൊന്നടാ. റെഡിയായി. അത് എന്ത് ചെയ്തിട്ട് അതിനകത്ത് ഇരിക്കാനുള്ള കേട്ടോ. നമ്മൾ എത്ര ഒട്ടിച്ച് വെച്ചിട്ട് സാധനം അതിനകത്ത് ഇരിക്കാനുള്ള. ഇതെന്താ തലോണ? ആ പൊള്ളണ്ട പട്ടി. 7 അപ്പോൾ നമ്മളിത് അത് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അത് ആദ്യം തന്നെ ഈ സ്റ്റിക്കറൊക്കെ പൊട്ടി അതിൻ്റെ പുറത്തേക്ക് പോയതുകൊണ്ട് നല്ല ചൂടുണ്ട്. സാധനം പൊട്ടിപ്പോയതുകൊണ്ട് സക്സസ് ആവുമോ ഇല്ലയോ നമുക്ക് അറിയില്ല. എന്തായാലും നല്ല ചൂടുണ്ട്. നമുക്ക് എന്തായാലും ഇത് തുറന്ന് നമ്മുടെ ഈ ഒരു പാത്രത്തിലിട്ടിടാം. അവർ പാത്രവും കാര്യങ്ങളൊക്കെ തന്നാൽ എന്തായാലും നന്നായി. പാത്രവും സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിട്ട് നോക്കാം. ആഹാ മൊത്തം വെള്ളമാണല്ലോ. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മാഗി തയ്യാറായിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെന്തട്ടില്ലാന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. വെന്തട്ടൊന്നുമില്ല വലിയ കാര്യമായിട്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമില്ല, വെന്തട്ടില്ല സാധനം. വെന്തട്ടില്ല അടിപൊളിയായിട്ട്, പക്ഷെ കുഴപ്പമില്ല. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെന്തട്ട് തിന്നാൻ പറ്റും. വലിയതായിട്ട് വെന്തട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ പറ്റും. എന്തായാലും ഇത് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ മാഗി ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും കുഴപ്പമില്ല. അതുപോലെ രണ്ടാമതായിട്ടൊരു പ്രൊഡക്റ്റ് സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട്, ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായപ്പൊടി പഞ്ചസാരയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചായ ഉണ്ടാക്കി നോക്കാം, എത്രത്തോളം നന്നായിരിക്കും നമുക്ക് നോക്കാം. എന്തായാലും ചായ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കവർ എടുക്കുന്നുണ്ട്. കവറിൻ്റെ അകത്തിട്ട് നമ്മളിത് ചായപ്പൊടി ഇടാൻ പോവാണ്. ഇത് പഞ്ചസാര എന്ന് തോന്നുന്നു. ഈ ചായപ്പൊടി ഇടാൻ പോവാണ് ആദ്യം തന്നെ ചായയുടെ ഈ കവറിൻ്റെ അകത്തിട്ട്. അപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേട്ട്. പഞ്ചസാര അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടെ. പഞ്ചസാര അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മൾ ചായയും പഞ്ചസാരയും കണ്ടോ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് എന്തായാലും വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം എന്തായാലും. ഓക്കെ, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ കവർ വീണ്ടും നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ വെക്കണം. ടൈറ്റായിട്ട് കെട്ടി വെക്കണം. എന്നിട്ട് നമ്മുടെ അടുത്ത ഈ ഒരു കവർ എടുത്ത് ആ ഒരു കവർ പൊട്ടിക്കണം. പ്രാവശ്യമെങ്കിലും ഒരു ചായെങ്കിലും വരെയൊക്കെ കുടിക്കാൻ പറ്റിയത്. നമ്മൾ കവറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കവറിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു ചായ ഇറക്കി വെക്കാം. ചായ റെഡിയാക്കാനുള്ള വെള്ളം ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം അതിൻ്റെ അകത്തേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം ചൂടാവാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഈ പ്രാവശ്യമെങ്കിലും മര്യാദയ്ക്ക് വന്നാൽ മതിയായിരുന്നു. നമുക്കിത് ഇതിങ്ങനെ മട്ടക്കി വെക്കാം. എന്തായാലും പ്രാവശ്യമെങ്കിലും അത് പൊട്ടി പോരാണ്ടിരുന്നാൽ മതിയായിരുന്നു.
നെയ്യിട്ട് തിന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഇതേ ഓക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ എന്താ വീർക്കാത്ത ചൂടാവാത്ത? ചൂടാൻ വേണ്ടി തിളച്ചുണ്ട്. അപ്പോൾ ഈ സാധനം തിളച്ചു തുടങ്ങുന്നുണ്ട്. ഈ പണ്ടാടങ്ങാനായിട്ട് വീഡിയോയിൽ പുക അടിപൊളിയുണ്ട്. അപ്പോൾ അടുത്ത തവണ നമ്മുടെ സാധനം പൊട്ടിപ്പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ. എന്തായാലും നമുക്ക് നോക്കാം ചായ തിളച്ച് കിട്ടുമോ എന്നുള്ളത്. ശരിക്കും നല്ല രീതിയിൽ തിളച്ച് വരേണ്ട കേട്ടോ. ഇതിപ്പോൾ ഈ പൊട്ടിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തിളച്ച് വരേണ്ട സാധനം അത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചായ ഒന്ന് പൊട്ടിച്ച് നമ്മൾ ഗ്ലാസ്സിട്ട് ഒന്ന് ഒഴിച്ച് നോക്കാം. നമുക്ക് ചായ റെഡി ആയില്ലോ നമുക്ക് കുടിച്ച് നോക്കാം. എന്തായാലും 2-3 തവണ ആ സാധനം പൊട്ടിപ്പോയെന്ന് അരച്ചിട്ടാണ്. നല്ല ചൂടുണ്ടോ? അത് നമ്മുടെ ചായ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചൊഴിച്ച് വെക്കാം. ഞാൻ കുടിക്കില്ല. ഈ ആദ്യം കുടിക്കുക. നമ്മൾ ചായ കണ്ടോ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ ഒന്ന് കുടിച്ചു നോക്കാം. മൊത്തം ചായപ്പൊടിയാണ്. ഞാൻ കുടിച്ചു നോക്കാം. കുഴപ്പമില്ല, മൊത്തം ചായപ്പൊടിയാണ് കണ്ടോ. മേളിൽ മൊത്തം ചായപ്പൊടിയാണ് കണ്ടോ. ചായപ്പൊടിയുടെ കുഴപ്പമുണ്ട്. ചായപ്പൊടി താഴ്ന്നു പോകുന്നുള്ള പഞ്ചസാരയും കുറവാണ്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചായയാണ്. കുടിക്കാനൊക്കെ പറ്റും. അരിപ്പുണ്ടെങ്കിൽ അരിച്ചിട്ട് കുടിക്കാനൊക്കെ പറ്റും. നല്ല രസമുണ്ടെന്നാണ്. ചായ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ചായപ്പൊടിയുടെ കുഴപ്പം മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സാധനം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ, ഇപ്പോൾ ട്രക്ക് ചെയ്യാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ പിക്നിക്കിന് പോകുന്നവർക്കും ട്രാവൽ എമർജൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എമർജൻസി ട്രാവൽ ട്രെക്കിങ് പിക്നിക്ക് അങ്ങനെ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റാഹോട്ടിൻ്റെ ഈ ഒരു സാധനം. ഇപ്പോൾ 200 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. 3 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് മോൻ തുറക്കാനൊക്കെ ആയിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ അവർ തരുന്നുണ്ട്. അതിൻ്റെ പാത്രവും അതുപോലെ നമ്മുടെ ഈ ഒരു സ്പൂണും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അല്ലാണ്ട് നമുക്ക് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ 3 പ്രാവശ്യം ചെയ്തതും പൊട്ടിപ്പോയി. എന്തായാലും 3 പ്രാവശ്യം ആ ഒരു സെല്ലോ ടേപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്തായാലും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ നമ്മളെ കിട്ടിയേക്കാം. നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.